കുട്ടനാടിന്റെ കായൽ ഭംഗി ആസ്വദിക്കാനും മനുഷ്യരുടെ ജീവിതം അടുത്തറിയാനും ഇത്രയും ചിലവ് കുറഞ്ഞ മനോഹരമായ വേറെ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു കോട്ടയത്തു നിന്ന് ആലപ്പുഴയിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന ജലഗതാഗത വകുപ്പിന്റെ സർക്കാർ ബോട്ടിൽ യാത്ര ചെയ്യണമെന്ന്. പാലക്കാട് നിന്ന് അതിരാവിലെ 4:20 KSR ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് കോട്ടയത്തേക്ക് യാത്ര തിരിച്ചത്. ചെറിയ ഒരു ഉറക്കം കഴിഞ്ഞ് നെടുമ്പാശ്ശേരി എയർപോർട്ടെല്ലാം പിന്നിട്ട് കൃത്യം 9 തന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ബോട്ട് സർവീസ് ആരംഭിക്കുന്ന കോടിമാത ബോട്ട് ജെട്ടിയിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് തന്നെ ബസ് ലഭിക്കും. ഏകദേശം 3 കിലോമീറ്റർ ദൂരമുള്ളൂ. ബസ് ഇറങ്ങി 100 മീറ്റർ നടന്നാൽ കോടിമാത ബോട്ട് ജെട്ടിയിലെത്താം. കോട്ടയത്തു നിന്ന് പകൽ 6:45, 11:30, 1 മണി, 3:30, 5:15 തുടങ്ങിയ സമയങ്ങളിൽ ആലപ്പുഴയിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. ബോട്ട് ജെട്ടിയോട് ചേർന്ന് ടോയ്ലറ്റ് സംവിധാനവും ലഘുഭക്ഷണശാലകളും ചെറിയ ഇരിപ്പിടങ്ങളും അവിടെയുണ്ട്. 3 മണിക്കൂറിനടുത്ത് ദൈർഘ്യമുള്ള യാത്രയായതിനാൽ ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. വലിയ ടൂറിസം സാധ്യതയുള്ള ഈ സംവിധാനങ്ങൾ ഒന്ന് ആധുനികവൽക്കരിച്ചാൽ ഒരുപക്ഷെ ടൂറിസത്തിന് തന്നെ അത് വലിയ മുതൽക്കൂട്ടാകുമെന്ന് തോന്നി. ഇതാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ബോട്ട്. ബോട്ടിന്റെ നമ്പർ A37. കാഴ്ചയിൽ തന്നെ അങ്ങേർക്ക് അത്യാവശ്യം പഴക്കമുണ്ട്. ബോട്ടിലേക്ക് കയറാനുള്ള വഴിയാണോ അതോ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനമാണോ എന്ന സംശയം ബാക്കിയാക്കി ഞങ്ങൾ ബോട്ടിലേക്ക് മെല്ലെ കയറി. ബോട്ടിൻ്റെ പ്ലാറ്റ്ഫോം മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ബോട്ടിൻ്റെ ഉൾവശം. എഞ്ചിനും കൺട്രോൾ സംവിധാനവുമെല്ലാം ബോട്ടിൻ്റെ പുറകിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലൈഫ് ജാക്കറ്റും സുരക്ഷാ സംവിധാനങ്ങളും ബോട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതെല്ലാം പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തിൽ കൃത്യം 11:30 തന്നെ ഞങ്ങൾ ബോട്ടിൽ യാത്ര തുടങ്ങി. കനാലിലൂടെ ബോട്ട് മെല്ലെ നീങ്ങി തുടങ്ങി. വ്യത്യസ്തമായ യാത്രയുടെ ആനന്ദം ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഞങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി. KSRTC ബസ്സിന് സമാനമായി ബോട്ടിലെ കണ്ടക്ടർ പൈസ വാങ്ങി ടിക്കറ്റ് നൽകി തുടങ്ങി. 3 മണിക്കൂർ നിൽക്കുന്ന കോട്ടയം ആലപ്പുഴ യാത്രയ്ക്ക് ആകെ 29 രൂപയാണ് ഒരാൾക്ക് ചാർജ്. കനാലിൻ്റെ കുറുകെയുള്ള നടപ്പാലങ്ങൾ ബോട്ട് വരുന്ന സമയത്ത് താൽക്കാലിക ജീവനക്കാർ ഉയർത്തുകയാണ് പതിവ്. ബോട്ട് പോയതിനു ശേഷം അത് താഴ്ത്തി പഴയ സ്ഥിതിയിലേക്കാകും. കനാലിൻ്റെ ഇരുവശത്തും മനോഹരമായ കാഴ്ചകളാണുള്ളത്. കനാലും അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന മനുഷ്യരുടെ ദൈനംദിന ജീവിതവുമെല്ലാം അതിന് മാറ്റേകി. ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് യാത്ര ചെയ്യുന്ന ബോട്ടാണ് ഈ കടന്നുപോയത്. സ്ഥിരം സ്റ്റോപ്പുകളിൽ നിന്നും ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും പുതിയ യാത്രക്കാർക്ക് കൗതുകമുണർത്തുന്ന കാഴ്ചയാണ്. ധാരാളം ജനങ്ങൾ ഇത്തരം ബോട്ടുകളെ ഗതാഗതത്തിനായി ആശ്രയിക്കുന്നുണ്ട് എന്നതാണ് സത്യം. യാത്രയുടെ തുടക്കത്തിൽ കുറച്ച് യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് യാത്രക്കാർ കൂടി വന്നു. നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാടിൻ്റെ കൃഷി രീതിയെയും മനസ്സിലാക്കാൻ ഇതിലും മനോഹരമായ മറ്റൊരു മാർഗമില്ല എന്ന് തന്നെ പറയാം. വേമ്പനാട്ട് കായലിനോട് അടുക്കുംതോറും കനാലിന് ഇരുവശവും മനോഹര കാഴ്ചകൾ തന്നെയാണ് കാണാനുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജലപാത എന്ന് തീർത്തും വിശേഷിപ്പിക്കാവുന്ന ഒരു റൂട്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ യാത്ര അനുഭവിച്ചിട്ടില്ലെങ്കിൽ അത് തീരാ നഷ്ടമായിരിക്കും. കൈനകരിയിലെ മനോഹരമായ ചിത്തിരപ്പള്ളി ബത്ലഹേം ചർച്ചും പിന്നിട്ട് ബോട്ട് കനാലിൽ നിന്ന് വേമ്പനാട്ട് കായലിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ധാരാളം ഹൗസ് ബോട്ടുകൾ കണ്ടു തുടങ്ങി. നെഹ്റു ട്രോഫി വെള്ളംകളിയുടെ പവലിയൻ പിന്നിട്ട് ബോട്ട് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക് അടുക്കുകയാണ്.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട മനോഹരമായ ഈ ബോട്ട് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. 3:20 ആലപ്പുഴ ചെന്നൈ സൂപ്പർഫാസ്റ്റിൽ പാലക്കാട്ടേക്ക് തിരിക്കുമ്പോൾ മറക്കാൻ കഴിയാത്ത ഒരു പിടി മനോഹര അനുഭവങ്ങൾ മാത്രം ബാക്കി.